بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه الفائزين ومن تبعهم بإحسان إلى يوم الدين. മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേക ശൈലിയുണ്ട്. ഫോണ് ആരെങ്കിലും ഒന്ന് ഓണാക്കിയിട്ട് തരുമ്പോഴാണ് എൻ്റെ ക്ലാസ്. ഞാൻ ഫോണിങ്ങനെ എടുത്ത് കളിക്കലോ അല്ലെങ്കിൽ അതിൽ വന്നത് എന്താ അത് നോക്കലോ അതൊന്നും എൻ്റെ പതിവല്ലാത്തതുകൊണ്ട് പലപ്പോഴും ചോദ്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോളണം എന്നില്ല. അത് ഓണാക്കിയിട്ട് തരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഞാൻ അറിയുന്നുള്ളൂ, അപ്പോഴേ അതിൽ മറുപടി പറയുകയും ചെയ്യുള്ളൂ. സാധാരണ എൻ്റെ പതിവ് ചോദ്യം ചോദിച്ചാൽ ഉടനെ തന്നെ മറുപടി പറയലാണ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കുന്ന സംവിധാനമല്ലല്ലോ, ക്ലാസ് റെക്കോർഡാക്കി ആക്കുന്നതായത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത്. അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് അതിന് മറുപടി ഉണ്ടാവുക എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ, ഒന്ന് ശുബ്ഹത്തിൻ്റെ വത്ത് ചെയ്താൽ, ശുഹബത്തല്ല ശുബ്ഹത്താണ്. ശുബ്ഹത്തിൻ്റെ വത്ത് ചെയ്താൽ അതിൻ്റെ മഹർ അവകാശപ്പെട്ടത് പെണ്ണിനാണല്ലോ. അതിസാധാരണ ഒരു പെണ്ണിന് അപകടം പറ്റിയാലും ആ അപകടത്തിൽ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ അത് ആ പെണ്ണിന് തന്നെയാണ്. പെണ്ണ് വിവാഹിതയായതുകൊണ്ട് ഭർത്താവിനല്ലല്ലോ ആ പെണ്ണിൻ്റെ അവയവങ്ങളുടെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ മറ്റ് ശരീരത്തിൻ്റെ നഷ്ടപരിഹാരങ്ങൾ കിട്ടേണ്ടത്. ഇപ്പോൾ മഹർ എന്തുകൊണ്ട് പെണ്ണിന് അവകാശപ്പെട്ടു എന്ന് സ്ഥാപിക്കുന്ന ക്ലാസ് അല്ല നടന്നത്. ഇവിടെ ഈ തംലീക്കിന്റെ നിക്കാഹാണ്, തംലീക്ക് ആണ് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന എന്താണ്? ആ തംലീക്ക് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മംഫാത്തിനെയും അല്ലെങ്കിൽ പെണ്ണിന്റെ ശരീരത്തിനെയും ഉടമയാക്കുക എന്ന മാനാക്കല്ല, മറിച്ച് പെണ്ണിനെ കൊണ്ട് ഇന്തിഫായ് ചെയ്യാൻ, തമത്തു ചെയ്യാനുള്ള അധികാരം അവന് കിട്ടും എന്ന അർത്ഥമേ അതിനുള്ളൂ. അതാണ് ആ പറഞ്ഞ വാക്കിനാൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മഹർ പെണ്ണിന് തന്നെ ആകുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ഖസി. ഖസി എന്ന് പറഞ്ഞാൽ മണി ഉടക്കപ്പെട്ടവർ, അതല്ല എൻ്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റാണ്. ഖസി എന്ന് പറഞ്ഞാൽ ഞാൻ ഉളഹിയ്യത്തിന്റെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഖസി എന്ന് പറഞ്ഞാൽ ഈ മണി ഉടക്കപ്പെട്ടവരല്ല, മണിയുടെ തോല് നീക്കം ചെയ്യപ്പെട്ടാക്കാം. വൃഷണത്തിന്റെ തോല് നീക്കം ചെയ്യപ്പെടുന്ന ആൾക്കാണ് എന്ത് പറയുക? ഖസി എന്ന് പറയുക. ഉടക്കപ്പെട്ട ആൾക്കല്ല. അങ്ങനെ തോല് നീക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ കൂടെ അയാളുടെ വൃഷണവും കൂടി അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണയിൽ വികാരമുണ്ടാകില്ല. അതുകൊണ്ടാണ് വലു ഖസിയൻ എന്ന് അവിടെ പറയാനുള്ള കാരണം. അപ്പൊ ഖസി എന്ന വാക്കിന്റെ മാന അതാണ്. ഖസി വിശദീകരിച്ച് ഉളഹിയ്യത്തിന്റെ ക്ലാസ്സിൽ ഖസിന്റെ മാന ഞാൻ വിശദമായി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വാക്കർത്ഥങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ അത്യാവശ്യമാണ്. നമ്മൾ വാക്കിന്റെ അർത്ഥങ്ങൾ വായിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ അർത്ഥങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇബാദത്ത് കൊണ്ട് ജോലിയാകലാണ് അഫ്ളൽ. അപ്പറഞ്ഞിരിക്കുന്ന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ ആരാധന, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പറ്റുന്ന ഏത് കാര്യവും. അത് നോമ്പ് മാത്രമല്ല, നോമ്പും അതിൽ പെടും. അത്രേ ഉള്ളൂ. എല്ലാ ആരാധന കൊണ്ടും ജോലിയായി നിൽക്കലാണ്. ആവശ്യമില്ലാതെ ബാധ്യത ഏൽക്കേണ്ടതില്ലല്ലോ. അതാണ് ഇത്. ഈ മൂന്ന് ചോദ്യങ്ങളും ഒരാൾ ചോദിച്ചതാണ്. ഇനി മറ്റൊരാളുടെ ഒരു ചോദ്യമുണ്ട് ഇവിടെ. അതായത് ഈ ലാ യുക്ന എന്ന് നമ്മൾ ഓദ്യോടുത്ത് പറഞ്ഞു. ലാ യുക്ന എന്ന വാക്കിന് സൂചിപ്പിക്കപ്പെടുകയില്ല എന്ന് ഞാൻ അർത്ഥം പറഞ്ഞു. അതൊക്കെ നമ്മൾ ആ വാക്കിന്റെ അർത്ഥങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ആവിഷ്കാരം. കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കിനായത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാതെ പറയുന്നതിനാണ് കിനായത്ത് എന്ന് പറയുക. ചില കാര്യങ്ങളായി നിന്റെ മുഖം കണ്ടാൽ നല്ല പത്തിരി പോലെയുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലൊരു മാനയുണ്ടാകും. പത്തിരി ആവുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹഖീഖിയായ മാനയാണെങ്കിൽ ഈ മാനക്ക് അതല്ലാത്ത മറ്റൊരു മാന ഉണ്ടാകും. ആ പറയാത്തൊരു മാന, ഒരു സൂചിപ്പിക്കുന്ന മാന. ആ മാനക്കാണ്
കിനായിയായ മാന എന്ന് പറയുന്നത്. വ്യക്തമല്ലാത്ത മാന, വ്യക്തമാക്കാതിരിക്കുക, അവ്യക്തമാക്കുക, സൂചിപ്പിക്കുക എന്നൊക്കെ ഈ യുക്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ്. പിന്നെ ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം സൂചിപ്പിക്കുക എന്നല്ല. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടുക എന്നാണ്. ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്ക് എന്ത് ചെയ്യാ, സാധനം തൊട്ട് കാട്ടി കൊടുക്കേണ്ടി വരും, ചൂണ്ടിക്കാട്ടി കൊടുക്കേണ്ടി. അതിന്റെ പേരാണത് ഇഷാറത്ത്. ഇനി ക്ലാസ് നടക്കുന്നു. തംബീഹ്. മക്തല്ലാഹു സിയാഖുൽ മത്തിൻ. മാ വന്ന് ഇഖ്തലാഹു അതിനെ തേടിയിരിക്കുന്നു. സിയാഖുൽ മത്തിനി, മത്തിനിന്റെ സിയാഖ്. സിയാഖ് എന്ന് പറഞ്ഞാൽ എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് കലാമ് കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്ന ആ സാഹചര്യവും സ്വഭാവം അത് തേടിയിരിക്കുന്നു. മിൻ അന്ന തിൽക്കൽ അഹ്കാമ, ആ ഹുക്കുമുകൾ, ലാ തഅ്തീഫിൽ മർഅതി, അത് സ്ത്രീകളിൽ വരികയില്ല എന്നതിനാൽ. അപ്പറഞ്ഞിരിക്കുന്ന ഹുക്കുമുകൾ പുരുഷന്മാർക്ക് മാത്രമേ വരികയുള്ളൂ. മത്തില് ഇവിടെ പറഞ്ഞിരിക്കുന്നൊക്കെ സ്ത്രീകളെ പറ്റി പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് എന്താ, പുരുഷന്മാരെ പറ്റിയാണ്. അപ്പൊ അന്നേരക്ക് ഈ പറഞ്ഞ ഹുക്കുമുകളൊക്കെ പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ് എന്ന് തേടുന്ന ഒന്ന്. ഇഖ്തിദാഹ് എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത രൂപത്തിൽ കിട്ടുന്ന ആശയത്തിനാണ് ഇഖ്തിദാഹ് എന്ന് പറയുക. ആ തേടുന്ന ഒന്ന് വൈറു മുറാദിൻ, അത് മുറാദല്ല. കാരണം ഫഫിൽ ഉമ്മി ഫസബബിയത്ത്, ഉമ്മിനുണ്ട്, വഗൈരിഹ, ഉമ്മ് അല്ലാത്തതിലും ഉണ്ട്. നദ്ബുഹു ലിത്തായിഖത്ത്, വിവാഹം സ്വീകരിക്കൽ തായിഖത്തായ സ്ത്രീകൾക്ക് സുന്നത്താണ്. വത്തുവിലേക്ക് ആഗ്രഹമുള്ള പെണ്ണാണെങ്കിൽ വിവാഹം സ്വീകരിക്കൽ ആ പെണ്ണിനും സുന്നത്താണ്. ഉൽഹിഖ ബിഹ, ഉൽഹിഖ ബിഹ, ആ തായിഖത്തിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. മുഹ്താജത്തുൽ നഫഖത്തി, നഫഖയിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ചെലവ് കിട്ടാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന പെണ്ണാണ്. അവളുടെ ഭാര്യയായി കഴിഞ്ഞാൽ ചെലവ് അങ്ങനെ കിട്ടിപ്പോകും. അപ്പൊ അന്നരക്ക് അവൾക്കും സുന്നത്താണ്. അതേപോലെ ഫജറത്തി, തമ്മാടികൾ ഇവിടെ കടന്നു കയറ്റത്തെ തൊട്ട് പേടിച്ചിരിക്കുന്ന പെണ്ണ്. വിവാഹിതയാകാതെ നിന്നാൽ തമ്മാടികൾ വന്നിട്ട് ആക്രമിക്കാൻ വന്നേക്കാം എന്ന പേടിയുള്ള പെണ്ണാണെങ്കിൽ ആ പെണ്ണിനും വിവാഹം കഴിക്കൽ സുന്നത്ത്. അതുപോലെ ഇന്നലെ പറഞ്ഞാൽ അവസാനം ഫൈലം യതഅബ്ബദ്, അവൻ തഅബ്ബുദ് കൊണ്ട് ജോലിയാകുന്നില്ല. തഅബ്ബുദ് കൊണ്ട് ജോലിയാകുന്നില്ലെങ്കിൽ അതേപോലെ പെണ്ണെന്തില്ല, തഅബ്ബുദ് കൊണ്ട് ജോലിയാകുന്നൊന്നുമില്ല. എന്നാൽ അവൾക്കും വിവാഹം സുന്നത്താണ്. വഫി തംബീഹി, തംബീഹി എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, മൻ ജാസ ലഹൻ നിക്കാഹ്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾക്ക് നിക്കാഹ് ജായിസായി, ഇനി ഹിത്താജത്തുഹു, അവൾക്ക് ആ നിക്കാഹിനെ ആവശ്യമായി വന്നാൽ നുദിബലഹ, അത് അവൾക്ക് സുന്നത്താണ്. വൈല്ലാ കുരിഹ, അവൾക്ക് ആവശ്യമില്ലെങ്കിലോ, ഇല്ലെങ്കിൽ അവൾക്ക് നിക്കാഹിന് ആവശ്യമില്ല എന്നാൽ അവൾക്ക് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താണ്? അവൾ തഅബ്ബുദ് കൊണ്ട് ജോലിയാകുന്ന പെണ്ണാണെങ്കിൽ ആ പറഞ്ഞത്, തഅബ്ബുദ് കൊണ്ട് ജോലിയാകുന്ന പെണ്ണാണ്, അവൾക്ക് വിവാഹത്തിലേക്ക് താല്പര്യവും ഇല്ലെങ്കിൽ അവൾക്കത് കറാഹത്ത്. വനഖലഹുൽ അദ്റഇ അൽ അസ്ഹാബ്, ഇമാം അദ്റഇ റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായത്തെ അസ്ഹാബിനെ തൊട്ട് നഖൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
സുമ്മ ബഹസ വുജൂബവും, പിന്നെ അത് നിർബന്ധമാണ് നിക്കാഹ് എന്ന് ബഹസ് ചെയ്യുകയും ചെയ്തു അലിഹ, ആ പെണ്ണിന്റെ പേര്. ഇദാലം യന്തഫി അൻഹൽ ഫജറത്തു, അവളെ തൊട്ട് ഫാജിരീങ്ങൾ ഒഴിഞ്ഞു പോവില്ലെങ്കിൽ ഇല്ലാ ബിഹി, നിക്കാഹ് കൊണ്ടല്ലാതെ, ഇവൾ ഒരാളുടെ ഭാര്യയായി നിൽക്കാതെ തമ്മാടികളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് വന്നാൽ വിവാഹം സ്വീകരിക്കൽ അവൾക്ക് നിർബന്ധമാണ് എന്ന് ബഹസ് പറഞ്ഞു. ആ ബഹസിനെ ഇവിടെ തുഴ്ഫ അത് പറയുകയും അത് എതിർക്കാതെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ബഹസ് അത് മദ്ഹബ് തന്നെയാണ്. അങ്ങനെ വിവാഹിതയാകുന്നത് കുഫുവത്ത ഭർത്താവ് അല്ലെങ്കിലും, കുഫുവത്ത ഭർത്താവ് കിട്ടാനില്ല, അല്ലെങ്കിൽ കുഫുവത്ത ഭർത്താവ് ഉണ്ട്, പക്ഷെ ആ ഭർത്താവ് താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നടക്കാത്ത ഉപാധികൾ വെക്കുകയാണ്, അങ്ങനെയൊക്കെ വന്നാൽ കുഫു വെക്കാത്ത ഭർത്താവിന് ആണെങ്കിലും അവള് വിവാഹിതയാകണം. എന്തിനു വേണ്ടി? ഈ തമ്മാടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് നിർബന്ധമാണ്. വലാ ദഖലലി സൗമി ഫീഹ, എന്നാൽ നോമ്പിൽ സ്ത്രീയുടെ കാര്യത്തിൽ ദഖലില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റത് കൊണ്ട് സ്ത്രീയുടെ വികാരം ശമിപ്പിക്കാൻ കഴിയില്ല. എന്നാണ് തുഹ്ഫയുടെ അഭിപ്രായം. അപ്പൊ ഈ പറഞ്ഞ ഉദ്ദേശം എന്തായിരിക്കും? നോമ്പ് നോറ്റത് കൊണ്ട് സ്ത്രീകളുടെ വികാരം ശമിക്കുമോ ഇല്ലേ എന്നുള്ള ടെസ്റ്റിൽ വിജയിച്ചിട്ടില്ല. ആ ടെസ്റ്റിൽ സ്ത്രീകളുടെ വികാരം ശമിപ്പിക്കാൻ നോമ്പ് പര്യാപ്തമാണ് എന്ന് ബോധ്യമായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം വലാ ദഖലലി സൗമി ഫിഹ എന്ന് പറഞ്ഞത്. വബിമാ ദുഃഖിറ, മേൽ പറയപ്പെട്ടതുകൊണ്ട്, അതായത് ഉമ്മിൽ നിന്നും മറ്റ് കിതാബിൽ നിന്നും ഉദ്ധരിച്ചു. ആ പറയപ്പെട്ടതുകൊണ്ട് ഉലമ അറിയപ്പെട്ടു നുൾഫ് ഖൗലി സഞ്ചാനി. സഞ്ചാനി റഹ്മത്തുള്ളാഹിയുടെ വാക്ക് ദഈഫ്. യുസല്ലു ലഹാ മുത്ലഖ്, സ്ത്രീക്ക് വിവാഹം കഴിക്കൽ സുന്നത്താണ്. മുത്ലഖൻ, നിരുപാധികമായ നിലക്ക് സുന്നത്താണ് എന്ന് പറഞ്ഞ വാക്ക് ദഈഫ്. എന്താണ് പറയാൻ കാരണം? ഇത് ലാ ഷൈഅ അലൈഹ, ഇത് കാരണം ലാ ഷൈഅ അലൈഹ, സ്ത്രീയുടെ മേൽ ഒരു വസ്തു ഇല്ലല്ലോ. വിവാഹിതയാകുന്നതിൽ സ്ത്രീയുടെ മേൽ ഒരു വസ്തു ഇല്ലല്ലോ. എന്തോടുകൂടെ? മാമാ ഫീഹി മിനൽ ഖിയാമി ബി അംരിഹ, ആ വിവാഹം സ്വീകരിക്കുന്നതിൽ ഉള്ള ഒന്നോടുകൂടെ, മിനൽ ഖിയാമി ഭർത്താവ് നിന്ന് പോലെന്നാൽ ബി അംരിഹ, ആ സ്ത്രീയുടെ കാര്യം കൊണ്ടൊക്കെ, വസത്രിഹ, അവളെ മറച്ചു വെക്കപ്പെടലും എന്ന് പറഞ്ഞു. അതേപോലെ വഖൗലി ഗൈരിഹി ലാ യുസല്ലു ലഹാ മുത്ലഖ്, സഞ്ചാനി അല്ലാത്തവർ പറഞ്ഞ വാക്ക് ദഈഫ്. ലാ യുസല്ലു, സ്ത്രീക്ക് സുന്നത്തില്ല, വിവാഹം സ്വീകരിക്കൽ മുത്ലഖൻ, നിരുപാധികം സുന്നത്തില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്താണ് കാരണം? അവർ കാരണം വന്നില്ല. അന്ന അലൈഹ ഹുഖൂഖൻ, വിവാഹിതയാകുമ്പോൾ പെണ്ണിന്റെ മേലുണ്ടായിത്തീരുന്നു ഹുഖൂഖൻ, കുറെ ബാധ്യതകൾ. ലിസൗജി, ഭർത്താവിന് ഖതീറത്തൻ, അപകടം പിടിച്ചിരിക്കുന്ന കുറെ ബാധ്യതകൾ, ഹക്കുകൾ ഉണ്ടായിത്തീരുന്നു. ലാ യതയസ്സറു ലഹ, അവൾക്ക് എളുപ്പമായിക്കൊള്ളണമെന്നില്ല അൽ ഖിയാമു ബിഹ, ആ ഹക്കുകൾ കൊണ്ട് നിന്നു പോരൽ എന്ന് ചിലരും പറഞ്ഞു. ഈ രണ്ടും എന്തായി? ഇത് രണ്ടും വൈകി. മറിച്ച് നേരത്തെ പറഞ്ഞിരിക്കുക, ചിലപ്പോൾ അത് നിർബന്ധമാകും, ചിലപ്പോൾ അത് സുന്നത്താകും, ചിലപ്പോൾ അതെന്താവും? കറാഹത്തുമാകും. അങ്ങനെയാണ്.
നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്, സുന്നത്താകുന്ന സാഹചര്യമുണ്ട്, കറാഹത്താകുന്ന സാഹചര്യമെല്ലാം ഇതുണ്ട്. ഒമിൻ തമ്മ വറുതൽ വൈദു ഷദീദു, ഇങ്ങനെ നിന്ന് പോരാൻ കഴിയാത്തതിൻ്റെ പേരിൽ, ഹക്കുകൾ കൊണ്ട് നിന്ന് പോലെ സാധ്യമാകാത്തത് കൊണ്ട് ശക്തമായ താക്കീത് വന്നിട്ടുണ്ട് ഫീദാലിക്ക, ആ വിഷയത്തിൽ. ബൽ ലൗ അലിമത് മിൻ നഫ്സിഹ, എന്ന് മാത്രമല്ല അവളുടെ മനസ്സിൽ നിന്ന് അവൾക്കറിയാം, അനിമൽ ഖിയാമി ബിഹ, ആ ഹക്കുകൾ കൊണ്ട് നിന്ന് പോരില്ല എന്ന് അവൾ അറിയുകയാണെങ്കിൽ, വലം തഹത്തജിലോ, അവൾക്കാണെങ്കിലോ വിവാഹത്തിലേക്ക് ആവശ്യവുമില്ല, വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യം അവൾക്കില്ലതാണ്. എന്നാൽ ഹറമാലിഹ, അവളുടെ മേലിൽ അത് ഹറാമാണ്. എന്താ മാതക്കറഹു ബാദ ബൽ, ബല്ലിന് ശേഷം താൻ പറഞ്ഞു, ബൽ ലൗ അലിമത്ത് മിൻ നഫ്സിഹ അദ്മൽ ഖിയാമ ബിഹ വലം തഹത്തജ് ലഹു ഹറമാലിഹ എന്ന് പറഞ്ഞ ആ ഭാഗം മുത്തജിഹ്, അത് മുത്തജിഹ് ആണ്, അത് റാജിഹാക്കി അംഗീകരിച്ചു. അവൾക്ക് വിവാഹത്തിന്റെ ആവശ്യവുമില്ല, മാത്രമല്ല ഭർത്താവിന്റെ അവകാശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ അതുകൊണ്ട് നിന്ന് പോരാൻ കഴിയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. വിവാഹം കഴിക്കൽ ഹറാമാണ്. ഇസ്തഹബു, സുന്നത്താക്കപ്പെടും, ദയ്യനത്ത്, ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഈ വിവാഹം കഴിക്കലാണ് സുന്നത്ത്. ബിഹൈസു തൂജദു ഫിഹാ സിഫത്തുൽ അദാലത്ത്, ദയ്യനത്ത് എന്ന് പറഞ്ഞാൽ അദാലത്തിന് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ അവളിൽ എത്തിക്കപ്പെടുന്ന ഒരു അവസ്ഥയോട് ബന്ധപ്പെട്ട ദീനിയായ പെണ്ണ്, ആ പെണ്ണാണ് സുന്നത്ത്. കേവലം ചരിത്രശുദ്ധി ഉണ്ടാവുക എന്നല്ല, മറിച്ച് ഒരു നീതിമാൻ ആകാൻ എന്തൊക്കെ വേണം, ആ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെയും ഉള്ള ദയ്യനത്തായ സ്ത്രീയെ വിവാഹം കഴിക്കൽ സുന്നത്താണ്. ലൽ ഇഫത്ത് അനി സിന ഫഖത്ത്, സിനയെ തൊട്ടുള്ള സൂക്ഷ്മത പാലിക്കൽ, അത് മാത്രമല്ല. ലിൽ ഖബൽ മുത്തഫഖ് അലൈഹി ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത്ത് യദാക, ഈ ഹദീസാണ് അതിൽ തെളിവ്. ഫദ്ഫർ, നീ വിജയിക്കുക, ബിദാത്തി ദീനി, ദീൻ ഉള്ളവളെ കൊണ്ട് നീ വിജയിക്കുക. ഇവിടെ ബിദാത്തി ദീനി എന്താ പറയുക, അല്ലാതെ വ്യഭിചാരം ചെയ്യാത്ത പെണ്ണ് എന്നല്ല, ദീൻ ഉള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കുക എന്ന്. തെരിബത്ത് യദാക്ക്, തെരിബത്ത് യദാക്ക്, നിന്റെ രണ്ട് കൈകൾ മണ്ണിനോട് ചേരട്ടുന്ന വാക്കിന്റെ നേരെ. അപ്പോൾ എന്തോന്ന് വേണം, ഞാൻ പറയാം. ഐ ഇരിസ്തകനയിത്ത, ഐ ഇസ്തകനയിത്ത്, അതിന്റെ ഒരു മാന ഐ ഇസ്തകനയിത്ത്, നീ ഐശ്വര്യവാൻ ആകട്ടെ. തെരിബത്ത് യദാക്ക എന്ന വാക്കിന് നീ ഐശ്വര്യവാൻ ആകട്ടെ. എപ്പോൾ? ഇൻ ഫാൾട്ട്, നിന്നോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്താൽ. നിന്നോട് ഞാൻ കൽപ്പിച്ചത് എന്താണ്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ. അങ്ങനെ നീ ദീനിയായ പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നീ ഒരു ഐശ്വര്യവാൻ ആകട്ടെ, അല്ലെങ്കിൽ ഐശ്വര്യവാൻ ആയി. തെരിബത്ത് യദാക്ക എന്നതിന്റെ ഉദ്ദേശം അതാണ്. അല്ലെങ്കിൽ അവിഫ്തഖർത, നീ ഫഖീർ ആകട്ടെ. ഇല്ലം തഫ്അൽ, നീ ഞാൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ. ഈ തെരിബ എന്ന വാക്ക് ലുഗത്തിന്റെ കിതാബിൽ ആ വാക്കിനെ ഉപയോഗിക്കുന്നത് ഖസ്റ, നഷ്ടത്തിലായി. ഇഫ്തഖറ, ഫഖീറായി എന്ന മാനാണ്. അപ്പോ തെരിബത്ത് യദുഹു എന്ന് സാധാരണ അറബികൾ പറയാറുണ്ട്. ആ വാക്കിന്റെ മാന അവൻ നഷ്ടത്തിലായി, അവൻ ഫക്കീറായി എന്ന മാനാക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സാധാരണ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകല്,
മനുഷ്യന്റെ അധ്വാനം കൊണ്ടാണ്. അധ്വാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൈ. അന്നിടക്ക് കൈയിലേക്ക് ചേർത്തുകൊണ്ട് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അങ്ങനെ ആൾക്കാർ ചെയ്തതിനെ പറ്റി ഐദിന്നാസ് ഏത് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തെരിബത്ത് യഥാക്ക. അപ്പൊ അന്നിടക്ക് നിന്റെ കൈകൾ നഷ്ടത്തിലാകട്ടെ. അപ്പൊ നേരെ അർത്ഥം പറഞ്ഞാൽ നീ ഫക്കീറാകട്ടെ എന്നാണ്. നീ ഫക്കീറാകട്ടെ. അപ്പൊ അന്നിടക്ക് നീ ഫക്കീറാകട്ടെ എന്നതിന് അർത്ഥം വെച്ചു ഇല്ലം തഫ്അൽ തെരിബത്ത് യഥാക്ക, നിന്റെ യതുകൾ ഫക്കീറായി പോകട്ടെ. അപ്പൊ അതിന് ഇല്ലം തഫ്അൽ, ഞാൻ കൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ. ആ നിലക്കാണ് സങ്കല്പിക്കേണ്ടത് എന്നാണ് രണ്ടാമത്തെ സങ്കല്പ പ്രകാരം. ഇഫ്തഖർത ഇല്ലം തഫ്അൽ എന്ന പ്രകാരം. ആദ്യം പറഞ്ഞതോ, ആദ്യം പറഞ്ഞ ഇസ്തഗനൈത, നീ ഐശ്വര്യവാനാകട്ടെ. അതോ തെരിബത്ത് യഥാക്ക എന്ന വാക്കിന്റെ മാനബന്ധ നീ ഫക്കീറാകട്ടെ എന്ന് അർത്ഥം വെക്കട്ടെ. ആ അർത്ഥം വെച്ചില്ല. തെരിബത്ത് യഥാക്ക, നീ ഐശ്വര്യവാനാകട്ടെ. അത് കിനായത്താണ്. അതിൽ കിനായത്ത് ചെയ്തോ. അതാ അങ്ങനെ അത് വിദ്ദിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപയോഗമുണ്ട്. തജവ്വുസ് മജാസ് പ്രയോഗത്തിൽ എതിരായ വാക്കുകൾ പറഞ്ഞിട്ട് അതിൻ്റെ എതിരർത്ഥം. അപ്പോൾ തെരിബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫക്കീറാവുക എന്നാ. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചതോ, നീ ഞാൻ ഇങ്ങനെ കാര്യം കൽപ്പിച്ചാൽ അത് നീ ചെയ്തു കഴിഞ്ഞാൽ നീ വിജയിച്ചു, നീ ഐശ്വര്യവാനാവും എന്നാണ് അതിൻ്റെ മാന. അന്നിടക്കാണ് ആ തഫ്സീർ ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്താൽ നീ ഐശ്വര്യവാനായിത്തീരും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. തറദ്ദത തുറുദ്ദിദ ഫീ മുസ്ലിമത്തി താരിഖത്തിൽ ലിസ്സലാത്ത്. നിസ്കരിക്കാത്ത, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മുസ്ലിമത്തായ പെണ്ണുണ്ട്. നിസ്കാരം ഒഴിവാക്കുന്ന, നിസ്കരിക്കാത്ത ഒരു മുസ്ലിമത്തായ പെണ്ണുണ്ട്. അതേപോലെ കിതാബിയത്ത്, വിവാഹം കഴിക്കാൻ പറ്റുന്ന കിതാബിയത്തായ പെണ്ണുമുണ്ട്. അതിൽ ഏത് വിവാഹം കഴിക്കലാണ് നല്ലത് എന്നതിനെ പറ്റി തറദ്ദുദ്. പണ്ഡിതന്മാർക്ക് ഫുഖഹാഇന് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഫഖീല ഹാദിഹി ഔല, അങ്ങനെ ഒരു അഭിപ്രായം പറയപ്പെട്ടു, ഇവളാണ് നല്ലത്, കിതാബിയത്താണ് നല്ലത്. എന്താ കാരണം? ലിൽ ഇജ്മാഇ അലാ സിഹത്തി നിക്കാഹിഹ, അവളുടെ നിക്കാഹ് സഹിയാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ടായതിനു വേണ്ടി. ഇവളെ നിക്കാഹ് സഹിയാണ് അവരുടെ കിതാബിയത്തിൽ, അത് തർക്കമില്ല. വലി ബുത്ലാനി നിക്കാഹി തിൽക്ക, നിസ്കാരം ഒഴിവാക്കുന്ന ആ പെണ്ണിന്റെ നിക്കാഹ് ബാത്തിലായതിനു വേണ്ടി. ലിദ്ദത്തിഹ, എന്താണ് ഈ ബാത്തിലാകാൻ കാരണം? അവൾ മുർത്തദ്ദായി പോകുന്നതിന് വേണ്ടി. എന്താ കൗമി, ഒരു കൗമിന്റെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരം ഒഴിവാക്കുന്ന പെണ്ണ് മുർത്തദ്ദാണ്, മുർത്തദിനെ കെട്ടാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരം, ആ നിക്കാഹ് ബാത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കിതാബിയത്തിനെ കല്യാണം കഴിക്കലാണ് നല്ലത് എന്ന് ചിലർ പറഞ്ഞു. അപ്പൊ ഈ ഇന്ത കോമിൽ എന്തെടുത്ത് അമീറ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവാണ് അതിൽ പ്രധാനിയായ ആൾ. അതേപോലെ ഷാഫി മദ്ഹബിലെ ചില അസ്ഹാബിനും അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ഷാഫി മദ്ഹബിലെ അസ്ഹാബിൽപ്പെട്ട ജനർക്കും അഭിപ്രായമുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനും അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം ഇത് ഇവർ മുർത്തദ് സംസ്കരിക്കാത്തത്. പക്ഷെ ഇവിടെ അലി ഷിബ്രാം വ്യക്തമാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കൗല് അഹമ്മദ് ഇമാമിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അങ്ങനെ പറഞ്ഞത് പ്രകാരം വരുന്നത് നിസ്കാരം ഒഴിവാക്കൽ കൊണ്ട് മാത്രം മുർത്തദ്ദാകും എന്നാണ്. എന്നാൽ അഹമ്മദ് ഇമാമിന്റെ മദ്ഹബ് അങ്ങനെയല്ല.
അഹമ്മദ് ഇമാമിന്റെ മദ്ഹബിലുള്ളത് മുന്തഹൽ ഇറാദാത്ത് എന്ന കിതാബിൽ വിശദീകരിക്കുന്നത് ഉദ്ധരിക്കുന്നു. നിസ്കാരം ആരെങ്കിലും ഒഴിവാക്കി, അതൊരു പക്ഷേ അവന് വിവരമില്ലാത്ത കൊണ്ടായിരിക്കാം, അങ്ങനെ അവന് പഠിപ്പിച്ചു കൊടുത്തു നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, എന്നിട്ടും അവൻ നിസ്കാരം ഒഴിവാക്കൽ തന്നെ തുടർന്നാൽ അവൻ കാഫിറാകും. അപ്പം നേരത്തെ അവൻ ഒഴിവാക്കിയത് അവൻ അറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൻ എന്തായി നിസ്കാരം തുടങ്ങിയില്ല, വീണ്ടും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണെങ്കിൽ അവൻ കാഫിറാകും. അതേപോലെ നിസ്കാരം മടിച്ചിട്ട് അതിൻ്റെ കാര്യം ഒരു ഗൗരവമാക്കി എടുക്കാതെ അത് ഒഴിവാക്കി, എന്നാലും ആള് കാഫിറാവും. പക്ഷെ അവിടെ ഉപാധി വെച്ചിട്ട് ഇതാ ദഅാഹു ഇമാമുൻ ഔ നായിബുഹു ലിഫഇലിഹ. വാ, ഇമാമോ ഇമാമിന്റെ നായിബോ നിസ്കരിക്കാൻ അവനോട് ആവശ്യപ്പെടുകയും എന്നിട്ട് അവൻ നിസ്കരിക്കാതെ നിന്ന് ഏതുവരെ, ആ നിസ്കാരത്തിന്റെ സമയം മാത്രമല്ല തൊട്ടടുത്ത ശേഷമുള്ള നിസ്കാരത്തിന്റെ സമയം ഇടുങ്ങി, അങ്ങനെ ആ ഇടുങ്ങുന്നവരെ അവൻ നിസ്കരിച്ചില്ല. എന്നാൽ പിന്നെ അവരോട് ഇനി 3 ദിവസം വരെ തൗബക്ക് അവൻ അവസരം കൊടുത്തിട്ട് 3 ദിവസം അവനോട് തൗബ ആവശ്യപ്പെട്ട് തൗബ ചെയ്ത്, എങ്ങനെ തൗബ ചെയ്യേണ്ടത്? ആ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവനെ വെട്ടിക്കൊലപ്പെടുത്തണം എന്ന് മുന്തഹൽ ഇറാദാത്തിൽ ഉദ്ധരിച്ചിട്ട് ആ കിതാബിന്റെ ഷാരിഹി പിന്നീട് പറഞ്ഞു, എന്നാൽ അങ്ങനെ നിസ്കരിക്കാൻ കൽപ്പിക്കുന്നതിന് മുമ്പ് ഇയാളെ കൊല്ലാനും പാടില്ല, ഇയാൾ കാഫിറാന്ന് പറയാനും പാടില്ല. അങ്ങനെ ഹംബലി മദ്ഹബിലെ ഇഖ്നാഇന്റെ മുസന്നിഫ് അത് പറഞ്ഞു. എന്നിട്ട് അഷ് പറയാണ്, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ, ആ സ്ത്രീകളുടെ നിക്കാഹുകളൊക്കെ സഹിയാണ്. അഹമ്മദ് ഇമാമിന്റെ മദ്ഹബിലും സഹിയാണ്. കാരണം അവർ കാഫിറാണ്, മുർത്തദ്ദാണെന്ന് പറയാനുള്ള വകുപ്പുകൾ ഇവിടെയില്ല എന്ന് അവിടെ വിശദീകരിച്ചു. വക്കീല തിരിക്ക, ഇനി മറ്റൊരു അഭിപ്രായമുണ്ട്, തിരിക്ക അവനാണ് അഫ്ദൽ. ആര്? നിസ്കരിക്കാത്ത പെണ്ണ് വിവാഹം കഴിക്കലാണ് അഫ്ദൽ. ലിഅന്ന ശർത്ത നിക്കാഹി ഹാദിഹി, കാരണം ഈ കിതാബിയത്താകുന്ന ഈ പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള ഷർത്തുകൾ അതൊക്കെ മുഖ്തലഫും ഫീഹി, അതിലൊക്കെ ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസവും ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏതായാലും ഇപ്പം നമ്മൾ കിതാബിയത്തിന്റെ ഹാലും അതേപോലെ താരിഖ് സ്വലാത്തിന്റെ ഹാലും വിശദീകരിച്ചു. അപ്പം മുഴത്തമ്പത് നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കലാണ് കിതാബിയത്തിന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്നതുകൊണ്ട് മനസ്സിലായി. വറജ്ജഹ ബഅ്ദുഹും അൽ അവ്വൽ, എന്നാൽ അവർ ചിലർ റാജിയാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ അഭിപ്രായത്തെ, ഒന്നാമത്തെ തീരെ. ഓ വാദിഹൻ, ആ റാജിയാക്കിയത് വാദിഹാണ് ഫിൽ ഇസ്രായേലിയത്തിൽ, ഇസ്രായേലിയായ പെണ്ണെ പറ്റി. കിതാബിയത്തിന് വിവാഹം കഴിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞത് വ്യക്തമാണ്. ആരെ പറ്റിയാണെങ്കിൽ ഇസ്രായേലിയായ പെണ്ണെ പറ്റിയാണെങ്കിൽ അത് വ്യക്തമാണ്. അന്നൽ ഖിലാഫുൽ ഖബില ഇന്നമാ ഹുവ ഫി ഗൈരിഹ, വിവാഹം കഴിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് പറയുന്ന ശക്തമായ എതിർ അഭിപ്രായമുള്ളത് ഇസ്രായേലിയത്തല്ലാത്ത കിതാബിയത്തിനെ പറ്റിയാണ്. ഇസ്രായേലിയത്തല്ലാത്ത കിതാബിനെ പറ്റിയാണ് വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ശക്തമായ എതിരുള്ളത്. ഇസ്രായേലിയത്തെ പറ്റി അതില്ല. ഇനി വലോ തീര പറയപ്പെടുകയാണെങ്കിൽ അൽ ഔല ലിഖവിയിൽ ഈമാൻ, അൽ ഔല ഔല ലിഖവിയിൽ ഈമാൻ, ഈമാൻ വൽ ഇൽമു, ഇൽമും രണ്ടൊന്നിന്, ഈമാനും ഇൽമും എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നിനാണ്. അവന്റെ യഖീന് വളരെ ശക്തമായ ആളാണ്, ഒരിക്കലും തന്നെ അവന്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ മാറ്റിക്കളയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലത് ഹാദി ഇവളെ വിവാഹം കഴിക്കണം. ആരെ? ഈ കിതാബിയത്ത് വിവാഹം കഴിക്കണം. ലിഅംനിഹി മിൻ ഫിത്നതിഹ, അവളെ ഫിത്നയെ തൊട്ട് അവൻ നിർഭയമായതിനു വേണ്ടി.
കുറുബി സിയാസത്തിഹി ലഹ, അവളെ അവൻ നിയന്ത്രിച്ച് കൊണ്ടുവരൽ അടുത്തതിന് വേണ്ടി ഇലാൻ തുസ്ലിമ, അവൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പൊ എന്താണ്, അവളെ ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ട് ഇവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പേടിയില്ലെന്ന് മാത്രമല്ല, ഇവന്റെ നല്ല നിയന്ത്രണം കൊണ്ട് അവളെ മുസ്ലിമാക്കി എടുക്കാനും കൂടി സാധിക്കും. അതുകൊണ്ട് നല്ലത് അതാണ് കിതാബിയത്തിനെ വിവാഹം കഴിക്കലാ നല്ലത്. വലിയ വൈരി കവിയിൽ ഈമാനി വൽ ഇൽമ് അല്ലാത്തവർക്ക്, ഈമാനും ഇൽമും രണ്ടും ഒന്നിനെ നേരത്തെ വന്നല്ലോ. അപ്പൊ ആ അത്തഫത്തിലുള്ള തഫ്സീറാണ്. വലിയ വൈരിഹി, ഈ കവിയിൽ ഈമാനും ഇൽമും അല്ലാത്തവർക്ക് തിൽക്ക, ആ നിസ്കരിക്കാത്ത അപ്പണ്ട നല്ലത്. എന്താ കാരണം, അല്ല തഫ്സീർ, അവനെ അവൾ ഫിത്തയാക്കാതിരിക്കാൻ വേണ്ടി. ആര്? ഹാദിഹി, ഈ കിതാബിയത്ത്, ഹാദിഹി ആ കിതാബിയത്ത്. അങ്ങനെ പറയുകയാണെങ്കിൽ ലക്കാൻ ഔജ, അത് ഔജഹ്. അപ്പൊ അതിൽ ചില പല കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നമ്മൾ ചില ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാരെ നന്നാക്കി എടുക്കാൻ കഴിയും നമുക്ക് എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച് നന്നാക്കി എടുക്കലാണ് നല്ലത്. അതിപ്പോ ഈമാനും തഖ്വയും എല്ലാം അധികരിച്ചിരിക്കുന്ന ശക്തമായ ആൾക്കാർക്കാണ് അപ്പുറം. മറിച്ച് പെണ്ണ് മോശമാണെങ്കിൽ നമ്മളും കൂടി മോശമാകുന്ന അവസ്ഥയിലാണെങ്കിലോ, എന്നാൽ പിന്നെ അങ്ങനെയുള്ള പെണ്ണെ വിവാഹം കഴിക്കാതിരിക്കലുമാണ് നല്ലത്. ദയ്യനത്തിൽ ബിക്റും ബിക്ര, ബിക്റാണ് നല്ലത്. ബിൽ അംരി ബിഹി, ആ ബിക്റിനെ വിവാഹം കഴിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടതിന് വേണ്ടി. മാ തഅലീലിഹി, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം പറയലോടുകൂടെ ബി അന്നഹുന്ന അഅദബു അഫ്വാഹ്, അവരാണ് അഫ്വാഹിനാൽ ഏറ്റവും രുചികരമായത് അല്ലെങ്കിൽ ബാധവമായത്. ഐ അല്യനു കലാമൻ, അതിന്റെ ഋഷി പറയാം, അല്യനു കലാമൻ, കലാമിനാൽ ഏറ്റവും ബാധവമായത് എന്നാണ് അതിൻ്റെ ഭാഷ. അപ്പൊ ആദബു നല്ല രുചികരം എന്നാണ് നേരെ അർത്ഥം. അപ്പൊ അതിന് ഉദ്ദേശം എന്താണ്? അഫ്വാഹ് എന്നത് വായന, ഉദ്ദേശം സംസാരം ബാധവമായ സ്ത്രീ. ഔ ഹുവ അലാ വാഹിരി, അല്ലെങ്കിൽ ആ വാക്ക് അതിന്റെ വാഹിന്റെ മേൽ തന്നെയാണ്. അപ്പൊ അല്യനു കലാമൻ എന്ന് മാറ്റി വെക്കേണ്ടതില്ല. അഅദബു നല്ല രുചികരമാണ്, ശുദ്ധമാണ്, അഫ്വാഹൻ വായകളാണ്. മിൻ അത്യബിയത്തിഹി, എന്താണത്? അവരുടെ ഫമുകളൊക്കെ അത്യബ് ആകല്ല, അതുപോലെ അത് നല്ല മധുരമുള്ളത് രസകരമായത് ആകല്ല. നല്ല ശുദ്ധജലം, നല്ല മധുരിക്കുന്ന ജലം എന്നൊക്കെ പറയുന്നത് പോലെ രസമുള്ളതാവില്ല. വ അന്തക്കു അർഹാമ, രണ്ടാമത്തെ കാരണം പറഞ്ഞത് അഅദബു അഫ്വാഹൻ വ അന്തക്കു അർഹാമ, ഗർഭാശയങ്ങളാൽ അന്തക്കുമാണ്. അതായത് അതിന്റെ മാനല്ല ഐ അക്സറു ഔലാദ്, ഒരു മാന സന്താനങ്ങളാൽ ഏറ്റവും കൂടിയവരാണവർ. ബിക്റിന്റെ വിവാഹം കഴിച്ചാൽ ഏറെ സന്താനങ്ങളെ അവർ നൽകുന്നതാണ്, ആരോഗ്യവതികളാവും. അതിന് പുറമെ ഈ ഭർത്താവിനോട് നല്ല ഇണക്കവും സ്നേഹവും ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ഏറെ സന്താനങ്ങൾ അവർക്കുണ്ടാകും. അല്ലെങ്കിൽ അസ്ഖനും അക്ബാൽ, അക്ബാല കുബുലുകളാൽ ഏറ്റവും ചൂടുള്ള, ഉദ്ദേശം വേഗം ഗർഭം ധരിക്കുന്നവരാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അക്കത്തറു ഔലാദൻ ഔ അസ്ഖറു എന്നാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണെങ്കിൽ വാബിന്റെ മാനാക്ക് വെച്ചാൽ മതി. വർവാബിൽ യസീരി മിനൽ അമൽ, അമലിനാൽ കുറഞ്ഞത് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരും ആണ്.
ഇവിടെ അമല് അതിൽ ജിമായിനാൽ കുറഞ്ഞത് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുമാണ് അവർ ഗിറത്താൽ ബിൽ കസരി കസറ് കൊണ്ട് അതിന് മാന ഐ അബ്അദു മിൻ മാരിഫത്തി ശർഇ വ തഫക്കുരി ലഹു. ഗിറത്താൽ ഏറ്റവും അകറാണെന്ന് പറഞ്ഞാൽ ഷെറ് അറിയുന്ന തൊട്ട് ഷെറിലേക്ക് ബോധോദയം ഉണ്ടാകലിനെ തൊട്ടൊക്കെ അവർ വിദൂരത, മോശമായ ചിന്തയിലേക്കൊന്നും ഉള്ള ചിന്ത ഇവർക്ക് ഈ ദിക്റുകൾക്കുണ്ടാകും. ഒബിൽ നമ്മി നമ്മോണ്ട് വായിക്കപ്പോഴോ ഉറക്കം. അപ്പൊ എന്താർത്ഥം വരാ? അകർ ഉറത്തുൽ ബയാൻ, വെളുപ്പെന്ന ഉറത്ത്, പ്രകാശമെന്ന ഉറത്തിൽ ഏറ്റവും അധികം പ്രകാശിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാകുന്ന തിളക്കമാർന്നവളാണ് എന്ന് പറയാം. ഉറത്തുൽ ബയാദാകുമ്പോൾ ബയാദും ഉറത്തും രണ്ടും മാനാക്കല്, ഉറത്തും ബയാദും രണ്ടും ഒരു മാനാക്കാകുമ്പോൾ ആ ഇദാഫത്ത് ബയാനിയത്താണാവുക. ഇനി വേണമെങ്കിൽ വൈറാത്തുഹുമ, ഈ രണ്ട് മാനയും ഒരുമിച്ച് ഉദ്ദേശിക്കും. അതായത് വെളുപ്പാകുന്ന പ്രകാശവും സൽസ്വഭാവവും, അത് ഏറ്റവും തിളങ്ങുന്നവനാണ് എന്ന അർത്ഥം വെച്ചാൽ അജ്വദു, അതാണ് ഏറ്റവും നല്ലത്. ആ അർത്ഥം രണ്ടും കൂടി ഒരുമിച്ച് വെക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഈ പറഞ്ഞതിൽ എന്താ? വെളുപ്പ് ബക്കാറത്തും വെളുപ്പും തമ്മിൽ ബന്ധമുള്ള വാതിലുണ്ടല്ലോ എന്നാണ് ഈ വാക്ക് പറയുന്നത്. അപ്പോ സ്വാഭാവികമായി ബിക്കറായ സ്ത്രീകളാകുമ്പോൾ അവരെപ്പോഴും ഒരു തനവുഫ്, വൃത്തിയായി ജീവിക്കുക എന്നൊരു ശൈലി എപ്പോഴും അവരിൽ ഉണ്ടാകും. അതിന് പുറമെ ചിലപ്പോൾ വേണമെങ്കിൽ ബക്കാലത്ത് നഷ്ടപ്പെട്ടു പോകൽ കാരണമായി സ്ത്രീകൾക്ക് അത് കാരണമായി അവരുടെ പ്രസന്നതയും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ ബക്കാലത്തുള്ള പെണ്ണുങ്ങൾക്ക് പ്രസന്നതയും പ്രസരിപ്പുമെല്ലാം നിലനിൽക്കും. അവർ വളരെ വൃത്തിയിലും ഭംഗിയിലും അവർ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സയ്യിബ് ഔലാദി ആജിസിൻ അനിൽ ഇഫ്തിദാ, സയ്യിബാണ് ഔല. നേരത്തെ ബക്കാലത്ത് നീങ്ങിപ്പോയ പെണ്ണ്, അവരാണ് നല്ലത്. ആർക്ക്? ഇഫ്തിദാദിന് കഴിവില്ലാത്ത പുരുഷനാണ്. ജിമാഅ് ചെയ്തിട്ട് ബക്കാലത്ത് നീക്കാനുള്ള കഴിവില്ലാത്ത പുരുഷനാണെങ്കിൽ പുരുഷന് നല്ലത് സയ്യിബാണ്. അതേപോലെ വലിമന് ഒരുത്തൻ എന്തഹു, അവന്റെ അടുത്തുണ്ട് ഇയാൾ, അവന്റെ അടുത്ത് സംരക്ഷിക്കപ്പെടേണ്ടതായ ആശ്രിതരായ ആളുകളുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, പോറ്റി വളർത്തേണ്ട. യഹ്താജ്, അവൻ ആവശ്യമാകുന്ന ഒരു കാമിലത്തിൽ ഒരു പൂർണ്ണമായ പെണ്ണിനെ കൊണ്ട് തഖൂമു അലൈഹിന്ന, ആ ഇയാലിന്റെ മേൽ നിന്ന് വരുന്ന അവന്റെ പെങ്ങന്മാരോ അതുപോലെയുള്ളവരോ ആയ ചെറിയവരായ കുട്ടികളെ പോറ്റി വളർത്താൻ വേണ്ടി ആവശ്യമായ ഒരു കാമിലത്തായ പെണ്ണിനെയാണ് അവർ ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കും നല്ലത് സയ്യിബാണ് നല്ലത്. കമസ്തസ്വബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ സവാബായി
കണ്ടതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ലിഹാദ ഈ ആവശ്യത്തിന് വേണ്ടി. എന്തുകൊണ്ട് അല്ല ബിക്രൻ എന്ന് പറഞ്ഞ് ചോദിച്ചു, നീ എന്താണ് ഒരു ബിക്കന്റെ കല്യാണം കഴിക്കാതിരുന്നത്? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, എൻ്റെ ഉപ്പ ഷഹീദായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഉപ്പാക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവരെ പോറ്റി വളർത്താൻ ആവശ്യമായ ഒരു പെണ്ണാണ് എനിക്ക് വേണ്ടി വന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തെ മാനിച്ച് അതാണ് സവാബ് അംഗീകരിക്കുകയും ചെയ്തതിന് വേണ്ടി. വഫുൽ യഹിയ, ഈ യഹിയയിലുണ്ട് യുസന്നു അല്ല യുസവ്വിജ ബിൻതഹുൽ ബിക്ര, ഒരു വലിയ അയാളുടെ ബിക്രായ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കൽ സുന്നത്താണ്. ഇല്ലാമിൻ ബിക്രി, ബിക്രായ ഭർത്താവിന് അല്ലാതെ. ലം യതസവ്വജ് ഖത്ത്, തീരെ വിവാഹിതൻ ആകാത്ത, നേരത്തെ വിവാഹം കഴിക്കാത്ത ബിക്രായ ഭർത്താവിനെ ബിക്രായ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാവൂ, അതാണ് സുന്നത്ത് എന്ന് യഹിയയിൽ ഉണ്ട്. ലി അന്നൻ നുഫൂസ, കാരണം നഫ്സുകൾ ജുബിലത്ത് അവയെ ഊട്ടപ്പെട്ടിരിക്കുന്നു. അലൽ ഈ നാസിബി അവലി മൗലൂഫിൻ, ആദ്യമായി ഇണങ്ങിച്ചേരപ്പെടുന്ന അയാളെ കൊണ്ട് ഈനാസ് ഇണങ്ങിച്ചേരലിൻ്റെയും സന്തോഷിക്കേണ്ട മേൽ ഊട്ടപ്പെട്ടിരിക്കും എന്ന് യഹിയായിലുണ്ട്. എന്നാ വലാ യുനാഫിഹി, യഹിയായിലുള്ള അതിനോട് എതിരല്ല മാ തക്കറ, മേൽസ്ഥിരമായ കാര്യം. മിൻ നദിബിൽ ബിക്രി, ബിക്രിന്റെ കല്യാണം കഴിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞു ഇവിടെ കിതാബ്. വലോലി സയ്യിബി, അത് സയ്യിബിനാണെങ്കിൽ, ഭർത്താവ് സയ്യിബാണെങ്കിലും അയാൾ വിവാഹം കഴിക്കുമ്പോൾ ബിക്രിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നാണ് കിതാബിൽ പറഞ്ഞത്. കിതാബിൽ പറഞ്ഞ അതും യഹിയയിൽ പറഞ്ഞ അതും പരസ്പരം വൈരുദ്ധ്യമാണോ? അല്ല. എന്താ കാരണം? അന്നതാക്ക ഫീമായുസി, നമ്മളിവിടെ കിതാബിൽ പറഞ്ഞ വിഷയം എന്താണ്? ഭർത്താവിന് സുന്നത്തായ കാര്യത്തെ പറ്റിയാണ് കിതാബിൽ പറഞ്ഞത്. ഭർത്താവിന് ഏത് കാര്യമാണ് സുന്നത്തുള്ളത് അതാണ് നമ്മുടെ കിതാബിൽ ഇപ്പോൾ വിശദീകരിച്ചത്. വഹാദ, ഈ യഹിയിൽ പറഞ്ഞതോ അത് ഫീമായുസി വലിയിന് സുന്നത്തായ കാര്യത്തെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ രണ്ടിൻ്റെയും മൽഹദ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് പരസ്പരം എന്തില്ല, അത് വൈരുദ്ധ്യം ഇല്ല. അതേപോലെ നസീബത്ത്, നസീബത്തായ തറവാടിത്തമുള്ളവൾ, അതായത് മാറൂഫത്തിൽ അസ്ലി ത്വയ്യിബത്ത്, അസ്ല് അറിയപ്പെട്ടതും അസ്ല് സംശുദ്ധമായതുമായ പെണ്ണാണ് വിവാഹം കഴിക്കാൻ സുന്നത്ത്. അസ്ല് അറിയപ്പെടുക, ആ അസ്ല് ത്വയ്യിബുമാവുക. അതെങ്ങനെ ആകൽ? ലിനിസ്ബത്തിഹ ഇലൽ ഉലമായി വസ്സുലഹാൻ, ആ പെണ്ണിന്റെ നിസ്ബ, ബന്ധം, ആ പെണ്ണിന്റെ കുടുംബം ചേർന്നിരിക്കുന്നത് ആലിമിങ്ങളിലേക്ക്. അപ്പൊ ആലിമിന്റെ അല്ലെങ്കിൽ ആലിമിന്റെ പരമ്പരയിലേക്ക് അല്ലെങ്കിൽ ആലിമിലേക്ക് ചേർന്നുള്ള മക്കൾ, അല്ലെങ്കിൽ വസ്സുലഹായി സാലിഹ്യങ്ങളിലേക്ക്. വതുക്റഹു ബിന്ദു സിന വൽ ഫാസിഖ്, സിനയിലുണ്ടായ മകൾ, അവരെ വിവാഹം കഴിക്കൽ കറാഹത്താണ്. അതുപോലെ ഫാസിഖിന്റെ മകളെയും വിവാഹം കഴിക്കൽ കറാഹത്താണ്. വഉൽഹിഖ ബിഹ, ആ കറാഹത്തിന്റെ വിഷയത്തിൽ അവളോട് ചേർക്കപ്പെട്ടിരിക്കുന്നു ലഖീത്തത്ത്, ലഖീത്തത്ത് എവിടെങ്കിലും കണ്ടുകിട്ടുന്ന ഒരു പെൺകുട്ടിയെ. അതേപോലെ ഒമല്ല യോറഫു അബൂഹ, ഒമൻ ഒരുത്തി ലാ യോറഫു അബൂഹ, അവളെ പിതാവ് ആരാണ് എന്നറിയപ്പെടില്ല. അങ്ങനെയുള്ള ലിഖബരി തഖയ്യറൂ ലിലുതഫിക്കും
വല തളഉഹാ ഫി ഗൈരിൽ അക്ഫാർ. ഈ ഹദീസാണ് ഏറ്റവും. തഖയ്യറു, നിങ്ങൾ തെരഞ്ഞെടുക്കണം. നിങ്ങളുടെ ബീജങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി നല്ലവരായ സ്ത്രീകളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. വല തളഉഹാ ഫി ഗൈരിൽ അക്ഫാർ, കുഫൂകൾ അല്ലാത്തവരിൽ ആ ബീജങ്ങളെ നിങ്ങൾ വെച്ചു പോകരുത്. ഈ ഹദീസ് സഹഹുൽ ഹാക്കിം, അത് സഹീഹാണ് എന്ന് ഹാക്കിം പറഞ്ഞിട്ടുണ്ട്. വാത്തുരുത, എന്നാൽ അത് സഹീഹാണെന്ന് ഹാക്കിം പറഞ്ഞതിന് എഴുത്തിനാത് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുറെ പരമ്പരകൾ ഉള്ള ഒരു ഖബറാണ് ഇത്തരം വിഷയത്തിന്. അത് മതിയാണ്. വിത്തിന്റെ ഗുണം എപ്പോഴും ഉണ്ടാകും. അന്നേരക്ക് ഇത്തരം വിഷയങ്ങൾ സ്ഥാപിക്കപ്പെടാൻ അത് മതി. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. ഇത് ഇവിടെ